അയ്യോ എന്തെങ്കിലും ഓടി വരുന്നു. അസ്സലാമലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ വേഗം ഇന്നത്തെ പണിയിലോട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണിച്ചതും ഒക്കെ പോയി പാലൊക്കെ മേടിച്ചിട്ട് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഈ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ച് വാരി ക്ലീനാക്കി ചവിട്ടിയൊക്കെ ഒന്ന് വിരിച്ചിടണം കേട്ടോ. അപ്പോൾ ആൾ പോയ ശേഷമാണ് ഞാൻ അതിന് നിൽക്കുന്നത്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക നമ്മുടെ വ്ളോഗ് വഴി. കുറച്ചായി നമ്മൾ സ്ഥിരം വ്ളോഗൊക്കെ ഇട്ടിട്ട്, അപ്പോൾ സ്ഥിരം ഇടാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഇട്ടിട്ട് പോവാം കേട്ടോ. അതായത് വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് പോവാം. അങ്ങനെ നമ്മളിതാ വേഗം ഇവിടേക്ക് അടിച്ചു വാരി. നമ്മളോട് കുറേ കാര്യങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ റിപ്ലൈ തരാം. അതേപോലെ ഇന്ന് സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്ളോഗ് ഫുള്ളായിട്ട് കാണണം. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും ഉപ്പയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ കുറേയല്ല, ഒരു 2 വർഷമൊക്കെ ആയിട്ടുണ്ടാകും. ദൂരം കാരണമാണ് കേട്ടോ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാത്തത്. 2 ആൾക്കാർക്കും യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട്, പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോയത് കൊണ്ട് ഇങ്ങനെ കാണാൻ, അതായത് ഈ കഹാനി തുടങ്ങി പിന്നെ അങ്ങനെ ഒരു മാസത്തിലൊക്കെ 1-2 തവണയൊക്കെ എന്തായാലും പോകും. ഫുള്ള് വീട്ടിലേക്ക് പോയിട്ടില്ലെങ്കിലും എന്നാലും ഇടയ്ക്ക് കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വേഗം പാൽ കൊണ്ടുവന്നതിനെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചായയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു രീതിയിൽ നമ്മുടെ ലൈറ്റിങ് ചേഞ്ച് ആയിട്ടുണ്ടാവും. അതേപോലെ ഇപ്പോൾ ഈ ഒരു കറണ്ട് അടുപ്പ് വെക്കുന്ന പ്ലഗ് സാധാരണ ഞാനൊരു ലൈറ്റ് ഓണാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ് കേട്ടോ. അത് കാരണം അവിടെ ചെറിയൊരു ഡിം ഉണ്ടാവും കേട്ടോ. പഴയ ഒരു ലൈറ്റ് കിട്ടണമെങ്കിൽ എല്ലാം ഫ്രീ ആയിരിക്കണം, എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ ചായ ഇതുപോലെ അങ്ങ് എടുത്തിട്ടുണ്ട്. തിളയ്ക്കുന്നു വിചാരിച്ചു, എന്തോ ഭാഗ്യത്തിന് തിളച്ചില്ല കേട്ടോ. പിന്നെ പാലും തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. സ്ട്രോങ് കാര്യങ്ങളൊക്കെ കറക്റ്റായി വന്ന ശേഷം ഞാൻ വേഗം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ഥിരം ഈ ചായ കപ്പന്നെ കാണുമ്പോൾ നിങ്ങൾ എന്നും ഒരേ വീഡിയോ ആണെന്നൊക്കെ തോന്നുമായിരിക്കും അല്ലേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കപ്പൊന്ന് മാറ്റിയാലോ നോക്കാമല്ലേ. അപ്പോൾ ചായയൊക്കെ സെർവ് ചെയ്തെടുത്ത ശേഷം ഞാൻ വേഗം പോയിട്ട് ചായയെല്ലാം കുടിച്ചു. ഇന്നലെ ഉണങ്ങാനിട്ട കുറേ തുണികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി എടുത്തിട്ടുണ്ട്. രാവിലെയാണ് കേട്ടോ എടുത്തത്. സാധാരണ വൈകുന്നേരം എടുക്കാറുണ്ട്. അപ്പോൾ രാവിലെ എടുത്തു എല്ലാം. പിന്നെ വൈകുന്നേരങ്ങളിൽ ആരെങ്കിലുമൊക്കെ കാണാൻ വരുമ്പോൾ നമുക്ക് ഈ ഒരു പണികളൊക്കെ അവിടെ പെൻഡിങ് ആവാറുണ്ട്. പിന്നെ വേഗം മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തു. തുണികളെടുത്ത ശേഷം മാത്രമേ ഞാൻ അടിച്ചു വാരാൻ നിൽക്കാറുള്ളൂ. അല്ലെങ്കിൽ തുണികളൊക്കെ നമ്മൾ അടിച്ചു വാരുന്നതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. പിന്നെന്താണ്, കുറേ പേര് സുഖമാണോ ചോദിച്ചിട്ടുണ്ട്. ഹായ് ജിനി, നിങ്ങളുടെ വീഡിയോ കാത്തിരിക്കുകയായിരുന്നു. റിഹാൻ കൺഗ്രാറ്റുലേഷൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും അവനോട് പറയാം. വീഡിയോ കാത്തിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എവിടെയായിരുന്നു വീഡിയോ മിസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാനും ഇടാനും പറ്റാത്തൊരു സാഹചര്യം വന്നപ്പം അങ്ങനെ അങ്ങ് പോയിട്ടോ. അപ്പോൾ ഇതിന് വീട്ടിലേക്ക് പോയിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ല, വീട്ടിലേക്ക് പോയിട്ടില്ല. ഞാൻ സാധാരണ പെരുന്നാൾക്ക് അല്ലെങ്കിൽ അന്ന് പോകാറില്ല, പിറ്റേ ദിവസം പോകാറുണ്ട്. പിന്നെ ഈയിടെയായിട്ട് പോവൽ ഈ പറഞ്ഞ പോലെ പെരുന്നാളിനും എല്ലാ പെരുന്നാളിനൊന്നും എനിക്ക് പോകാനൊന്നും പറ്റാറില്ല കേട്ടോ ഈയിടെയായിട്ട്. അപ്പോൾ നോക്കാം, ഇനി നെക്സ്റ്റ് പെരുന്നാളിനെങ്കിലും പോകാൻ പറ്റുമായിരുന്നെങ്കിൽ. പക്ഷേ ഈ പെരുന്നാളിന് ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീടും കാര്യങ്ങളും എല്ലാതും ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നിങ്ങളെ വീഡിയോ ഡെയിലി ഇഷ്ടമാണ്. ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കാണാത്തതുകൊണ്ട് എന്നാണോ? ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. കുക്കറിൽ വിനീഗർ ഒഴിച്ചാൽ മതി. വിനീഗർ ഒഴിച്ചാൽ കളറ് പിടിക്കില്ല എന്നാണോ പറയുന്നത്? ബ്ലാക്ക് കളർ ആവില്ല എന്നാണ് പറയുന്നത്. മാഷാ അല്ലാ, നല്ല റിസൾട്ടാണ് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. എന്തായാലും ഞാൻ അവനോട് പറയാം. പിന്നെ എന്തു പറ്റി എന്നും ഓർക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. എന്നും നിങ്ങളുടെ മൈൻഡിൽ നമ്മളുള്ളതുകൊണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കുറേ ദിവസം കാണാതായപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഉപ്പാക്ക് വയ്യാതായോ, എന്താ പറ്റിയത് എന്നൊക്കെ. അങ്ങനെ എന്താ പറയുക, കുറച്ച് ഏജ് ആയതിൻ്റെ ക്ഷീണം കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അതൊക്കെ റിക്കവറായി വരും എന്തായാലും ഇൻഷാ അല്ലാ. പിന്നെ എന്തായാലും നിങ്ങളൊക്കെ ആലോചിച്ചതിലും നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരാളെ ആലോചിക്കുക എന്ന് പറയാൻ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. നമുക്കൊരു അവരുടെ ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ മൈൻഡിലോട്ട് വരിക നമ്മളെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെ. അപ്പോൾ നമുക്കിത്
2 വീടുകളിൽ നിന്ന് കിട്ടിയ ഒളിയത്തിൻ്റെ ഇറച്ചിയാണ്, ആടാണ് രണ്ടും. അപ്പോൾ ഐസ് കളഞ്ഞിട്ട് ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു, ഗ്രേവി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന്. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അത് കഴുകി എടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്, ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഇഡ്ഡലി കാട്ടുമ്പോൾ ഒരു 4 നാഴി പുഴുങ്ങലരി ആണെങ്കിൽ 1 നാഴി ഉഴുന്നാണ് കേട്ടോ എടുക്കാറ്. പിന്നെ അതിലോട്ട് ഒരു വലിയ സ്പൂണ് ഉലുവയിട്ട് കൊടുക്കും. ഇഡ്ഡലി കാട്ടുമ്പോൾ ഞാൻ അരി ഉഴുന്ന് വേറെ വേറെ തന്നെ ആട്ടി എടുക്കാറുള്ളത്. പക്ഷെ പണ്ട് ഞാൻ ഒരുമിച്ച് ആട്ടിയിട്ടും എനിക്ക് ഒരേ ടേസ്റ്റിൽ ഇഡ്ഡലി തന്നെയാണ് അന്ന് ഇന്നും എന്നും കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ എല്ലാവരും പറഞ്ഞ് ഇങ്ങനെ വേറെ വേറെ ആട്ടാൻ. പക്ഷെ ദോശയ്ക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ എഗ്രി ചെയ്യുന്നില്ല. കാരണം അങ്ങനെ ആട്ടുമ്പോഴും ഇങ്ങനെ ആട്ടുമ്പോഴും ഒരേ ക്രിസ്പി, ഒരേ സോഫ്റ്റ് ദോശയാണെങ്കിൽ ഒരേ സോഫ്റ്റ് ദോശ അങ്ങനെ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ തണ്ണിമത്തനൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. വേണ്ട, ഉപ്പാനെ സുഖമായിട്ട് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ കാണുമ്പോൾ വിഷമം വരും. കഴിയുന്ന പോലെ വീഡിയോ ചെയ്യണേ. ഓക്കെ മുത്തേ, കഴിയുന്ന പോലെയൊക്കെ വീഡിയോ ചെയ്യാം. വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ച് കമ്മി ഉണ്ടാവുമെന്ന് മാത്രം കേട്ടോ. വലൈക്കും അസ്സലാം. നല്ല വർത്താനം ജീനി. ഓക്കെ, ഞാനെന്നും ചോദിക്കാറുണ്ട്, എൻ്റെ സംഭവം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അയ്യോ, എന്തായിരുന്നു ഇന്നലെ ഞാൻ എന്ത് സംഭവം പറഞ്ഞത് മറന്നു കേട്ടോ. ഭയങ്കര മറവിയാണ്, വയസ്സാകുന്നതിൻ്റെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇഡലി ഒന്ന് നമുക്ക് തിന്നൊന്ന് മാറ്റിയെടുക്കണം. ഞാനിതുപോലെ ഒരു കുഞ്ഞു സ്പൂണുണ്ട്, ഇത് ഇഡലിക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പൂണാണ്. ഈ ഭാഗങ്ങളിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ കൂടുതലായിട്ട്. ഇത് നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ല തണുത്ത വെള്ളത്തിൽ ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ആവി പറക്കണ ഇഡലി പെട്ടെന്ന് തന്നെ നമുക്ക് കാസറോളിലോട്ട് മാറ്റാൻ പറ്റും. മറ്റേതാകുമ്പോൾ ചൂടാറുമല്ലോ. അങ്ങനെ മുളക് ചട്നിയും പൊടിയും തക്കാളി ചട്നിയും പ്ലേറ്റൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ എഗ്ഗൊന്ന് ബോയിലാക്കിയത്. എന്നും എഗ്ഗ് ബോയിലാക്കുമോ ചോദിക്കുന്നുണ്ട്. മിക്കവാറും എഗ്ഗ് ബോയിലാക്കും, കാരണം എനിക്ക് എന്നും എഗ്ഗ് വേണം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പോൾ എനിക്ക് മാത്രമായിട്ട് പുഴുങ്ങണതിന് പകരം ഞാൻ എല്ലാവർക്കും പുഴുങ്ങും കേട്ടോ. ഇന്ന് പിന്നെ ഞാൻ ഒരു എഗ്ഗ് എടുത്തിട്ടുള്ളൂ. ആക്ച്വലി എഗ്ഗ് കഴിച്ച് എനിക്ക് മടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ 60 ദിവസം എന്നുള്ളത് എന്തായാലും കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടാണ്. 60 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ 100 ദിവസം ആക്കണോ വേണ്ടിയോ എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചായക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് പാലുണ്ടായിരുന്നു, ഇതിനെ ഒന്ന് തൈരാക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. അതായത് പാല് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് നല്ല കട്ടിയുള്ള തൈര് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കട്ട തൈരന് കിട്ടും കേട്ടോ. അത്രയും പാലിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കട്ടി തൈരാണ് ഒഴിച്ച് കൊടുത്തത്. പിന്നെ നമ്മൾ മട്ടൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം. പിന്നെ ഒരു 3 വലിയുള്ളി, അതുപോലെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി മൊത്തം ചെറിയ ഉള്ളി എടുത്താലും കുഴപ്പമില്ല, കാരണം നല്ല ടേസ്റ്റാണ് ചെറിയ ഉള്ളിയിൽ മട്ടൻ വയ്ക്കാൻ. പക്ഷെ ഇന്ന് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തത്. എല്ലാം നന്നായിട്ടൊന്ന് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഒരു കറുപ്പ് ഫംഗസ് പോലൊരു സംഭവം ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഞാൻ മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ഇത്. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ ചതച്ചതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് പച്ചമുളക് ചേർത്തിട്ടായിരുന്നു. പിന്നെ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 4 പച്ചമുളക്, മഞ്ഞൾപ്പൊടി, അതുപോലെ 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ നോർമൽ മുളക് പൊടിയും 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് എടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 സ്പൂണോളം വലിയ ജീരകം, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ കേട്ടോ. ഇനി നമുക്ക് ഇത്രയും തന്നെ കറിവേപ്പില ആവശ്യമുണ്ട്, അപ്പോൾ അതും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ കുക്കറിൽ ആണ് കേട്ടോ വിസിലടുപ്പിച്ചെടുക്കുക. ഒരു 3-4 വിസിലെങ്കിലും അടുപ്പിച്ചെടുക്കണം. മട്ടൻ്റെ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ഫാറ്റ് അധികം ഇടാണ്ടിരിക്കുക നല്ലത്, നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ഈ ഫാറ്റ് ഉള്ളത് ഇല്ലേ, അത് ബിരിയാണിയിലൊക്കെ ഇട്ടാൽ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വിസിലടുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ആവി പോയ ശേഷം ഞാനിവിടെ ഓപ്പൺ ആക്കുന്നത്. എണ്ണയ്ക്ക് തെളിഞ്ഞ് വരുന്ന രീതിയിൽ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഞാൻ എന്തായാലും ഇച്ചിരി ഗ്രേവി ടൈപ്പ് തന്നെ ആക്കുന്നത്. മൺചട്ടിയിൽ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റെങ്കിലും ഞാൻ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ തൂവി, മല്ലിയില ഉണ്ടെങ്കിൽ തൂവി കൊടുക്കുക കേട്ടോ. എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ടൈപ്പ് ചിക്കൻ ഫ്രൈ ആണ് ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കുറേ കാണിച്ചിട്ടുണ്ട്, എന്നാലും
ബോൺലെസ് ചിക്കനിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി, ചിക്കൻ മസാല ഇതെല്ലാം കൂടി ചേർത്തി കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈ മാംഗോ പൗഡർ 1 സ്പൂൺ ചേർത്തി, തന്തൂരി മസാല 1 സ്പൂൺ ചേർത്തി, പിന്നെ ഉപ്പ് ചേർത്തി, സോയാ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തി, പകുതി നാരങ്ങയുടെ നീരും ചേർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് കൊത്തിയരിഞ്ഞ കറിവേപ്പിലയും കൂടെ ചേർത്തി എടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലോട്ട് തൈരോ വെള്ളമോ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി നമ്മുടെ ചിക്കന് കംപ്ലീറ്റ് കഴുകി വൃത്തിയാക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പൊതുവേ കളറ് ചേർക്കാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ചിക്കൻ ഫ്രൈ ഭയങ്കര റെഡ് കളറായിരിക്കില്ല. 1.5 മണിക്കൂറിന് ശേഷം മാത്രം പൊരിച്ചെടുത്താൽ മതി കേട്ടോ. തൈരൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ സോഫ്റ്റായിട്ട് വരും. ഞാൻ എന്തായാലും ഒരു 3 മണിക്കൂറിന് ശേഷമാണ് പൊരിച്ചെടുത്തത്. ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ചിക്കൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാ വേഗം ഞാനിവിടെ പൊരിച്ചെടുത്തിട്ട് ഇതിലോട്ട് തന്നെ ഇച്ചിരി കറിവേപ്പിലയും പിന്നെ പച്ചമുളകൊക്കെ കീറിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായി പൊരിച്ചെടുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ FBയിൽ നമുക്ക് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ റിഹാൻ എന്ന് പറയുന്നുണ്ട്. ഒരു വീട് വൃത്തിയിലും കൊണ്ട് നടക്കണമെങ്കിൽ എന്തെല്ലാം കഷ്ടപ്പാടാണ്. ശരിക്കും നല്ല കഷ്ടപ്പാട് തന്നെയാണ് കേട്ടോ. ഫുഡ് ഡയറ്റ് എങ്ങനെയാണെന്നുള്ളത് എനിക്കൊരു ഡയറ്റീഷ്യൻ ഉണ്ട് മോളെ. അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല. പിന്നെ അതുപോലെ എത്താൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല 35-ാമത്തെ വയസ്സിൽ സ്ട്രോക്ക് വന്ന് തളർന്നു പോകുന്നുള്ളത്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും എല്ലാം ശരിയാവട്ടെ. അപ്പോൾ നമ്മളിവിടെ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ചിക്കൻ ഫ്രൈ ചെയ്തല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേഗം അതേ ഓയിലിന് ഞാൻ ഉള്ളി പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ കുറുമ ഉണ്ടാക്കി എല്ലാ സ്പൈസസും ആഡ് ചെയ്ത് കൊടുത്തിട്ട് തക്കാളിയും വലിയുള്ളിയും ചേർത്തി ഇതൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലോട്ട് 2 വലിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 3-4 പച്ചമുളകും ചേർത്തിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഉപ്പൊക്കെ ചേർത്തി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇതിലോട്ട് ഏകദേശം 1 കിലോൻ്റെ അടുത്ത് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാർട്സും നല്ല പീസും എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് നന്നായിട്ടങ്ങ് ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ചോറും കൂടെ കുക്കറിലാക്കി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 വിസിലടിക്കുമ്പോഴത്തേക്കും ചോറും റെഡി ആയിട്ട് വരും. നമ്മുടെ ചിക്കൻ ഇവിടെ ആ ആവിയിൽ കിടന്നിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം മാത്രം ഇതിലോട്ട് കിഴങ്ങ് ചേർത്തി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് വീണ്ടും ഇളക്കിയ ശേഷം നമുക്ക് ഈ കറി എത്രത്തോളം വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വറുത്തരച്ച കോഴിക്കറിയൊന്നല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ പച്ചത്തേങ്ങയിൽ തന്നെ ഉള്ളത് തന്നെയാണ്. ഇത് നന്നായിട്ട് തിളപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എണ്ണയ്ക്ക് നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. കിഴങ്ങ് വെന്തോ എന്നുള്ളതും നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ചിക്കൻ വെന്തോ എന്നുള്ളതൊക്കെ നോക്കണം. അതിനുശേഷം നന്നായിട്ട് അരച്ച നമ്മുടെ തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. ഒന്ന് കട്ടിയിൽ വരും കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയിരുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും കൂടിയാണ് കേട്ടോ. എത്ര വലിയ പീസ് വേണമെങ്കിലും എടുക്കുക. അതിലോട്ട് മഞ്ഞൾ, മുളക്, മല്ലി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കന്, പൊരിച്ച ഓയിൽ, പൊരിച്ച് വെച്ച ഉള്ളി കേട്ടോ. അതിലോട്ട് ആ പൊരിക്കാൻ ഉപയോഗിച്ച എണ്ണ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് ഒരു വിസിലടുപ്പിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരും കേട്ടോ. അതിന് ശേഷം ചട്ടിയിലിട്ടിട്ട് വീണ്ടും കുറച്ചും കൂടെ പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിലാക്കിയിട്ട് ഒറ്റ വിസിലേ അടുപ്പിച്ചിട്ടുള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ ചെറിയ ചട്ടി ഇല്ലാത്തതുകൊണ്ട് വലിയ ചട്ടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് ആ ഒരു എണ്ണയ്ക്കൊന്നും കൂടെ സെറ്റ് ആവണ വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, മല്ലിയില കൊത്തിയരിഞ്ഞതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കൊരു ഫ്ലേവർ കുറച്ചും കൂടെ ഒന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ഹണിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല എരിവുള്ള ചിക്കനിൽ കുറച്ച് മധുരം കൂടി വന്നാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും വീട്ടിൽ നിന്ന് വന്നു. പിന്നെ ഒരുപാട് നേരം നമ്മൾ എന്താ പറയുക സംസാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്.
പിന്നെ കൺഗ്രാജുലേഷൻ റിഹാനുപ്പയുടെ ഹെൽത്ത് എല്ലാം ഓക്കെ ആവട്ടെ, സൂപ്പർ വീഡിയോ എത്താമെന്നൊക്കെ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. കോയമ്പത്തൂർ പോകുമ്പോൾ നിങ്ങളുടെ വീട് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ കറക്റ്റ് പ്ലേസായിട്ട് നമുക്ക് പറഞ്ഞുതരാൻ കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടിയപ്പത്തിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ നന്നായിട്ട് പീച്ചാൻ കിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പലഹാരം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇടിയപ്പം തന്നെ പറയാം കേട്ടോ. പിന്നെ നീ ഡയറ്റൊക്കെ നിർത്തിയോ ചോദിക്കുന്നുണ്ട്. ഇല്ല. പിന്നെ കൺഗ്രാറ്റ്സ്, നൈസ്, അങ്ങനെ കുറേ കമൻറ്റ്സ് നമുക്ക് FBയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇഡലി തട്ടിലാണ് ഇടിയപ്പം എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് പീച്ച് നമുക്കിപ്പോൾ കിട്ടാറുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു വെട്ടി തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം ഫസ്റ്റത്തെ കാര്യം. പിന്നെ മാവിന് കൺസിസ്റ്റൻസി ഇങ്ങനെ നമ്മുടെ ഇലയുടെയൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ ആക്കിയിട്ടും കൂടെ എടുക്കണം കേട്ടോ. അങ്ങനെ എല്ലായിലും നമ്മൾ പീച്ചി എടുത്തിട്ട് ഇത് ഓരോ തട്ടായിട്ടാണ് ഞാൻ വേവിച്ചെടുക്കാറ്. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും അടുത്തുള്ള പീച്ച് സെറ്റാക്കി വെക്കാറുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തവളൊന്നും കഴിച്ചില്ല, ഐസ്ക്രീം മാത്രം ഇരുന്ന് കഴിച്ചു. പിന്നെ പോകാൻ നേരത്ത് പോകുന്നില്ല എന്നും പറഞ്ഞ് ഒരേ ബഹളമായിരുന്നു. എങ്ങനെയൊക്കെയോ പിടിച്ച് കാറിൽ കയറ്റിയിട്ടാണ് കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.